ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്തായിരുന്നു അല്ലേ? ദ പാത്ത് ട്രാൻസ്വേഴ്സ്ഡ് ബൈ ലൈഫ് എങ്ങനെയാണ് ഭൂമിയിൽ ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ചായിരുന്നു നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ പാൻസ്പെർമിയ തിയറി മറ്റും അതോടൊപ്പം തന്നെ കെമിക്കൽ എവല്യൂഷൻ തിയറിയും മറ്റൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനി നമ്മൾ പറയുന്നത് ലൈഫ് ഭൂമിയിലുണ്ടായി. ഈ ലൈഫിൽ നിന്നും എങ്ങനെയാണ് പുതിയ ഓർഗാനിസംസ്, ഒരു ജീവിയിൽ നിന്ന് എങ്ങനെയാണ് പുതിയ ഓർഗാനിസംസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. ഒരു ആനിമലിൽ നിന്നും എങ്ങനെയാണ് പുതിയ ഓർഗാനിസംസ് ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ ആദ്യം പറയുന്ന തിയറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡാർവിനിസം. എന്താണ് ഡാർവിനിസം? വളരെ സിമ്പിളാണ്. ഒരു ഓർഗാനിസം, ആ ഓർഗാനിസത്തിൽ നിന്നും പുതിയൊരു ഓർഗാനിസം ഉണ്ടാവുകയാണ്. അപ്പോൾ അതിന് പല കാരണങ്ങൾ കൊണ്ട് ഒരു ഓർഗാനിസത്തിൽ നിന്നും, ഒരു ജീവിയിൽ നിന്നും പുതിയൊരു ജീവി ഉണ്ടാവാം. പല കാരണങ്ങളുണ്ട്, ഒരുപാട് വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ അതിന് ഉണ്ട്. ഒരു ജീവിയിൽ നിന്നും പുതിയ ഒരു ജീവി ഉണ്ടാവാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഡാർവിൻ്റെ ചില കണ്ടെത്തലുകളായിരുന്നു. ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഓരോന്നും വിശദീകരിക്കുന്ന തിയറികളാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ പഠിക്കുന്നത്. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഡാർവിനിസം. ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു സയൻറ്റിസ്റ്റ് കൊണ്ടുവന്ന ഒരു തിയറിയാണ് ഡാർവിനിസം. എന്താണ് ഡാർവിനിസം? ശ്രദ്ധിക്കുക, വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. ഡാർവിൻ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായി ഒരു യാത്ര പോവുകയാണ്. യാത്ര പോകുന്നത് ഗാലപ്പാഗോസ് ദ്വീപ് എന്ന് പറയുന്ന ഗാലപ്പാഗോസ് ഐലൻഡ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു ഐലൻഡിലേക്കായിരുന്നു യാത്ര. അദ്ദേഹത്തിൻ്റെ HMS ബീഗിൾ എന്ന് പറയുന്ന ഒരു കപ്പലിൽ അദ്ദേഹം യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പോയി അവർ ഗാലപ്പാഗോസ് ദ്വീപിലെത്തി. ഗാലപ്പാഗോസ് ദ്വീപിലെത്തിയ ഡാർവിൻ കാണുന്നത് ഒരുപാട് വെറൈറ്റി, വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ ഡാർവിൻ ചെന്ന സമയത്ത് ഡാർവിൻ കാണുന്നത് ഒരുപാട് കുരുവികളായിരുന്നു, ഫിഞ്ചസ്. ഒരുപാട് ഫിഞ്ചസിനെ, ഒരുപാട് കുരുവികളെ ഡാർവിൻ കാണാനിടയായി. അങ്ങനെ ഒരുപാട് കുരുവികളെ ഡാർവിൻ കാണാനിടയായി. അങ്ങനെ ഈ കുരുവികളിൽ നിന്നും ഡാർവിൻ ഈ ഫിഞ്ചസിനെ വളരെ കീനായി ഒബ്സർവ് ചെയ്തു. അങ്ങനെ ഒബ്സർവേഷൻ്റെ ഫലമായി ഡാർവിൻ ചില കാര്യങ്ങൾ കണ്ടെത്തുകയാണ്. ഡാർവിൻ കണ്ടെത്തിയത് ഈ ഫിഞ്ചസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫിഞ്ചസിൻ്റെ മുഴുവൻ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ, മുഴുവൻ ഭാഗങ്ങളും ഏകദേശം ഒരുപോലെ തന്നെയാണ്. എല്ലാ ഫിഞ്ചസും ഏകദേശം ഒരുപോലെ തന്നെയാണ്, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ ഫിഞ്ചസും ഒരുപോലെ തന്നെയാണെന്നുള്ളതാണ് എന്നതായിരുന്നു ആരുടെ, ഈ നമ്മളുടെ ഡാർവിൻ്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഫിഞ്ചസിൻ്റെ ഷേപ്പ്, സ്ട്രക്ചർ എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്, എക്സെപ്റ്റ് ദെയർ ബീക്ക്. ഈ ഫിഞ്ചസിൻ്റെ കൊക്കുകളിൽ മാത്രം വ്യത്യാസം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ബോഡി സ്ട്രക്ചർ മുഴുവൻ ഒരുപോലെ തന്നെയായിരുന്നു. പക്ഷേ ഈ ഫിഞ്ചസിൻ്റെ ബീക്സിൽ മാത്രം വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഫിഞ്ചസിൻ്റെ ബീക്സിൽ മാത്രം വ്യത്യാസമുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഡാർവിൻ വീണ്ടും നന്നായി ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഫിഞ്ചസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരുപോലെയായിട്ടും എന്തുകൊണ്ടാണ് ഈ ഫിഞ്ചസിൻ്റെ ബീക്സിൽ മാത്രം വ്യത്യാസമുണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ഈ ഫിഞ്ചസിൻ്റെ ബീക്സിൽ മാത്രം വ്യത്യാസമുണ്ടാവുന്നത് എന്ന് ആര് കണ്ടെത്തുകയായിരുന്നു? ആര് ഒബ്സർവ് ചെയ്തു? ഡാർവിൻ ഒബ്സർവ് ചെയ്തു.
എന്തുകൊണ്ടാണ് ഈ ഫിഞ്ചസിൻ്റെ ഈ കുരുവികളുടെ ബീക്സിൽ മാത്രം വ്യത്യാസം ഉണ്ടാകുന്നത്? ചില ആളുകളുടെ ബീക്സ് ഇങ്ങനെ കൂർത്ത ബീക്സ് ആയിരുന്നു, കൊക്കുകളായിരുന്നു. ചില ആളുകളുടെ ഒന്നിങ്ങനെ വളഞ്ഞ കൊക്കുകളായിരുന്നു. ചില ആളുകളുടേത് ഇങ്ങനെയായിരുന്നു. പല രൂപത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബീക്സാണ് ഓരോ ഫിഞ്ചസുകളിലും കണ്ടിരുന്നത്, ഓരോ കുരുവികളിലും കണ്ടിരുന്നത്. എന്തായിരുന്നു അതിൻ്റെ റീസൺ? അങ്ങനെ ഡാർവിൻ്റെ കൂടുതൽ ഒബ്സർവേഷൻ്റെ ഫലമായി ഡാർവിൻ കണ്ടെത്തുകയാണ്, ഇവയ്ക്കെല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബീക്സ് ഉണ്ടാവാൻ പ്രധാനപ്പെട്ട കാരണം, ഇവന്മാർക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബീക്സ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവന്മാരെല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡാണ് ഇവന്മാരെല്ലാവരും ഭക്ഷിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡാണ് ഓരോ ഗ്രൂപ്പ് ഓഫ് ഫിഞ്ചസും, ഓരോ കൂട്ടം കുരുവികളും അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ്സാണ് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ്സാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഫിഞ്ചസിൽ മുഴുവൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബീക്സ് കാണുന്നത് എന്ന് ആര് പറയുകയാണ്? ഡാർവിൻ അദ്ദേഹത്തിൻ്റെ ഡാർവിനിസം എന്ന് പറയുന്ന ഒരു തിയറിയിലൂടെ പറയുകയാണ്. ഓക്കെ, ഡാർവിനിസം. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? ഡാർവിൻ ഗാലപ്പാഗോസ് ദ്വീപിൽ പോയി അവിടെ വെച്ച് അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസ്, ബീക്സ് മാത്രം ഡിഫറെൻ്റ് ആയിരുന്നു, ബാക്കിയുള്ള ബോഡി സ്ട്രക്ചർ മുഴുവൻ ഒരുപോലെയായിരുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഇൻഫറൻസ്, അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ എന്തായിരുന്നു? ഇവന്മാർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബീക്സ് ഉണ്ടാവാനുള്ള കാരണം ദേ ആർ ഈറ്റിംഗ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫുഡ്സ് എന്നായിരുന്നു. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫുഡ്സ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുലേറ്റ്. ഇതാണ് ഡാർവിനിസം എന്ന് പറയുന്നത്. ഇതേ സമയത്ത് തന്നെ ലോകത്ത് ജീവിച്ചിരുന്ന മറ്റൊരു വളരെ പ്രശസ്തനായ ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു റോബർട്ട് മാൽത്തൂസ് ഇതേ സമയത്ത് തന്നെ ജീവിച്ചിരുന്ന വളരെ പ്രശസ്തനായ ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു റോബർട്ട് മാൽത്തൂസ്. അദ്ദേഹം പറഞ്ഞു, വെൻ ഹ്യൂമൻ പോപ്പുലേഷൻ, മനുഷ്യന്മാരുടെ ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പറയാം, മനുഷ്യൻ്റെ പോപ്പുലേഷൻ കൂടി, അങ്ങനെ ഹ്യൂമൻ പോപ്പുലേഷൻ കൂടി എന്ന് കരുതിയിട്ട് ദർ ഈസ് നോ ഇൻക്രീസ് ഇൻ ദി ഫുഡ് പ്രൊഡക്ഷൻ. അദ്ദേഹം പറഞ്ഞത് ഇത്രയായിരുന്നു പ്രധാനപ്പെട്ട പോയിന്റ്. There is no increase in food production according to the increase in the human population. Rate of increase in the ഹ്യൂമൻ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഫുഡ് പ്രൊഡക്ഷൻ കൂടണം എന്നില്ല. മനുഷ്യൻ്റെ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഫുഡ് പ്രൊഡക്ഷൻ കൂടണം എന്ന് ഇല്ല. സോ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഫുഡ് പ്രൊഡക്ഷൻ കൂടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഫുഡ് പ്രൊഡക്ഷൻ കൂടിയിട്ടില്ലെങ്കിലോ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവുന്നു? അവിടെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാവുന്നു. അവിടെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാവുന്നു. പരസ്പരം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ഉണ്ടാവുന്നു. അവിടെ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് ഉണ്ടാവുന്നു. ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം, ഭക്ഷണത്തിൻ്റെ കുറവുണ്ടാവുന്നു. അല്ലേ? അതോടൊപ്പം തന്നെ അവിടെ ഡിസീസസ് ഉണ്ടാവുന്നു എന്നതായിരുന്നു റോബർട്ട് മാൽത്തൂസിൻ്റെ തിയറി. എന്താണ് റോബർട്ട് മാൽത്തൂസിൻ്റെ തിയറി? ഹ്യൂമൻ പോപ്പുലേഷൻ കൂടുന്നതിൻ്റെ ആനുപാതികമായി, അല്ലെങ്കിൽ ഹ്യൂമൻ പോപ്പുലേഷൻ കൂടുന്നതിൻ്റെ റേറ്റ് വെച്ച് എന്ത് കൂടുന്നില്ല? ഫുഡ് പ്രൊഡക്ഷൻ കൂടുന്നില്ല. അങ്ങനെ ഫുഡ് പ്രൊഡക്ഷൻ കൂടിയിട്ടില്ലെങ്കിലോ ഉള്ള ആളുകൾ തമ്മിൽ തന്നെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഫുഡിന് വേണ്ടിയിട്ട് എന്തുണ്ടാവും? അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും മത്സരങ്ങൾ ഉണ്ടാവും.
നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളുണ്ടാവും. എല്ലാവർക്കും ജീവിക്കണം. അപ്പോൾ അതിനായിട്ടുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മത്സരങ്ങളുണ്ടാവും. ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യങ്ങളുണ്ടാവും, ഭക്ഷണത്തിൻ്റെ കുറവുണ്ടാവുന്നു, ഡിസീസസ് ഉണ്ടാവുന്നു. നല്ലൊരു എക്സാമ്പിൾ, നമ്മളൊരു പൂച്ചനെ ഒരു 2 ദിവസം നമ്മളൊരു കൂട്ടിലാക്കി ഇട്ടു, അതിന് പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും കൊടുത്തില്ല. ഈ 3 പൂച്ചകൾക്ക് നമ്മളൊരു കൂട്ടിലാക്കിയിട്ടു, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പൂച്ചകൾക്ക് നമ്മളൊരു മീനിട്ട് കൊടുത്തു. ആ പൂച്ചകൾ പറയോ, തല ഞാൻ കഴിച്ചുകൊണ്ട് നടു ഒരാൾ കഴിക്കുക, വാല് മറ്റാൾ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ കിട്ടിയ ഫുഡിന് അവർ ഓരി വെക്കിച്ചെടുക്കുമോ? ഇല്ല. 2-3 ദിവസം ഇവന്മാരെ പട്ടിണി കിട്ടാൻ ഇവന്മാരെന്ത് ചെയ്യുക? ഏറ്റവും മുഷറുള്ളവൻ ആരോ അവൻ ആ മീനും കൊണ്ട് പോയിട്ടുണ്ടാവും അല്ലേ? അതുതന്നെയാണ് പോപ്പുലേഷൻ കൂടി എന്നുള്ളതിനനുസരിച്ച് എന്ത് കൂടിക്കൊള്ളുന്നില്ല, ഫുഡ് പ്രൊഡക്ഷൻ കൂടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇവർക്കെല്ലാവർക്കും കൃത്യമായി പ്രോപ്പർ ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആണ്, നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളാണ്. അതോടൊപ്പം തന്നെ ഉണ്ടാവുന്നത് പരസ്പരം ഭക്ഷണത്തിനുള്ള കുറവ്, സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, മറ്റൊന്ന് ഒരുപാട് ഡിസീസസും ഉണ്ടാവാം. ഇതാണ് റോബർട്ട് മാൽത്തൂസ് പറഞ്ഞത്. റോബർട്ട് മാൽത്തൂസിൻ്റെ ഹ്യൂമൻ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട ഒരു തിയറിയാണ് നമ്മളീ പറഞ്ഞത്. ഇനി ഈ തിയറിയെയും റോബർട്ട് മാൽത്തൂസിൻ്റെ ഈ ഒരു തിയറിയെയും ഡാർവിൻ കൊണ്ടുവന്ന ഡാർവിനിസത്തെയും 2 തിയറീസിനെയും കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് ഡാർവിൻ ഉണ്ടാക്കിയ മറ്റൊരു തിയറിയാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ ആണോ? ഇനി നമ്മൾ പറയുന്നത് എന്താണ് ഡാർവിൻ കൊണ്ടുവന്ന തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ? എന്താണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ? നേരത്തെ നമ്മൾ പറഞ്ഞ 2 തിയറിയും കൂടെ നമ്മളിവിടെ ക്ലബ് ചെയ്ത് ഒറ്റ തിയറി ആക്കിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോ. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഇവിടെ ആദ്യം സംഭവിക്കുന്നത് ഓവർ പ്രൊഡക്ഷനാണ്. ഓവർ പ്രൊഡക്ഷൻ. ആദ്യം സംഭവിക്കുന്നത് ഓവർ പ്രൊഡക്ഷനാണ്. നമുക്ക് എക്സാമ്പിൾ, നമ്മൾ ഡാർവിൻ കണ്ട ഡാർവിൻ്റെ ഫിഞ്ചസിനെ തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. അവിടെ ആദ്യം കണ്ടിരുന്നത് ജസ്റ്റ് ഇങ്ങനെ ഒരു കൂർത്ത കൊക്കുള്ള ഒരു ഫിഞ്ചിനെയാണ് അവിടെ എന്ത് ചെയ്തിരുന്നത്, ആദ്യം കണ്ടിരുന്നത് എന്ന് കരുതുക. ഓക്കെ, ഈ ഒരു ഫിഞ്ചസിൻ്റെ ആദ്യം സംഭവിക്കുന്നത് ഇവന്മാരുടെ ഓവർ പ്രൊഡക്ഷനാണ്. ഈ ഫിഞ്ചസ് വല്ലാതെ അങ്ങനെ ഓവറായിട്ട് എക്സ്ട്രാ ഓവറായിട്ട് ഇവന്മാരുടെ പ്രൊഡക്ഷൻ നടക്കും. നമുക്ക് പറയാം ഇവന്മാരെല്ലാവരും ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരുന്ന ഫിഞ്ചസാണ്. ഫ്രൂട്ട്സ് കഴിക്കുന്ന ഫിഞ്ചസാണ് ഇവന്മാർ. സോ ഈ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫിഞ്ചസിൻ്റെ കുരുവികളുടെ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായി. ഇവന്മാർ ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്ത് ഓവറായിട്ട് ഇവന്മാരുടെ പ്രൊഡക്ഷൻ ഉണ്ടായി. അങ്ങനെ ഇവന്മാരുടെ ഓവറായിട്ട് പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാർക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ള ഫ്രൂട്ട്സ് അവിടെ ഉണ്ടോ? ഇവന്മാർക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ള ഫ്രൂട്ട്സ് അവിടെ ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും കഴിക്കാനുള്ള ഫ്രൂട്ട്സ് അവിടെ ഇല്ല. സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് എന്താണ്? അവിടെ സംഭവിക്കുന്നത് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അവിടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുണ്ടാവും. അഥവാ ഉണ്ടാവുന്നത് ആകെ വളരെ കുറഞ്ഞ എമൗണ്ടിലുള്ള ഫിഞ്ചസ് മാത്രമാണ് അവിടെ ഉള്ളത്. ആദ്യം കുറച്ച് ഫിഞ്ചസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഈ ഫിഞ്ചസിൻ്റെ ഓവർ പ്രൊഡക്ഷൻ നടന്നു. അപ്പോൾ ഓവർ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഈ ഫിഞ്ചസിന് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള വളരെ കുറഞ്ഞ എമൗണ്ടിലുള്ള ഫ്രൂട്ട്സ് മാത്രമേ അവിടെ ഉള്ളൂ. വളരെ കുറഞ്ഞ എമൗണ്ടിലുള്ള ഫ്രൂട്ട്സ് മാത്രമേ അവിടെയുള്ളൂ. സോ വളരെ കുറഞ്ഞ എമൗണ്ടിലുള്ള ഫ്രൂട്ട്സ് മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാനുള്ള ഫ്രൂട്ട്സ് ഉണ്ടോ? ഇല്ല. സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യും? ഉള്ള ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് അടിയും പിടി ഉണ്ടാവും. അഥവാ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ഈ ഫിഞ്ചസ് തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? പരസ്പരമുള്ള പോരാട്ടങ്ങൾ, സ്ട്രഗിൾ ഉണ്ടാവും. ഇവന്മാർ സ്ട്രഗിൾ ഉണ്ടാവുന്നത് മാത്രമല്ല, ഇനി ചില ആളുകളുണ്ട് വിച്ച് unfavorable variations. എന്താണ് അൺഫേവറബിൾ വേരിയേഷൻസ്? ചില ആളുകൾ നമ്മൾ പഴങ്ങൾ മാത്രമാണ് ഭക്ഷിച്ചുകൊണ്ടിരുന്നത്,
സോ ഇനി നമുക്ക് പഴങ്ങൾ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, ഞങ്ങൾ വേറൊന്നും കഴിക്കൂല അല്ലേ. ഒന്ന് ഫേവറബിൾ ആയിട്ടുള്ള ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള, നമ്മൾ ചിലപ്പോൾ പഴങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ടിരുന്ന ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻസെക്റ്റിനെ ഭക്ഷിക്കേണ്ടി വരും. ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഗ്രെയിൻസ് കഴിക്കേണ്ടി വരും. നമ്മൾ ഫ്രൂട്ട്സ് മാത്രമേ ഭക്ഷിച്ചിരുന്നത്, സോ ഇനിയും നമ്മൾ ഫ്രൂട്ട്സ് മാത്രമേ ഭക്ഷിക്കുള്ളൂ എന്നുള്ള തരത്തിലുള്ള മൂവ്മെൻറ്റ്സ്, എന്നുള്ള തരത്തിലുള്ള ആളുകൾ അവർ സ്വാഭാവികമായിട്ടും അവരുടെ ബോഡിയിൽ അൺഫേവറബിൾ വേരിയേഷൻസ് ആണ്. അൺഫേവറബിൾ വേരിയേഷൻസ് ആയതുകൊണ്ട് തന്നെ ദേ മസ്റ്റ് ബി ഡിസ്ട്രോയിഡ്. ഉമാരെന്ത് ചെയ്യും, നശിച്ചു. എന്നാൽ ചില ആളുകളുണ്ട് ഫിഞ്ചസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻസ്. ഫേവറബിൾ വേരിയേഷൻസ്, ഇവന്മാരുടെ ബോഡിയിൽ ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടായി. ഇവന്മാർ ഫ്രൂട്ട്സാണ് ഭക്ഷിച്ചുകൊണ്ടിരുന്നത്, ഓ ഫ്രൂട്ട്സ് ഇല്ലയെന്ന് കരുതിയിട്ട് നമ്മൾ വേറൊന്നും ഭക്ഷിക്കൂല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓ നമ്മൾ ഗ്രെയിൻസിനെ ഭക്ഷിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇൻസെക്റ്റിനെ ഭക്ഷിക്കാം. അത്തരത്തിലുള്ള മാറ്റങ്ങൾ, ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് ചില ആളുകളുടെ ബോഡിയിലുണ്ടായി. അങ്ങനെ ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് ഉള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് സംഭവിച്ചു, നാച്ചുറൽ സെലക്ഷൻ സംഭവിച്ചു. നാച്ചുറൽ സെലക്ഷൻ, ഇവരുടെ ബോഡിയിൽ ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടായി. നമ്മൾ വ്യത്യസ്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങി അല്ലേ. അപ്പോൾ ഈ ഫിഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫിഞ്ചിൻ്റെ ബോഡിയിൽ അല്ലേ ഫ്രൂട്ട്സ് കഴിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള സിസ്റ്റംസ് ആയിരിക്കും ഉണ്ടാവുക, അതിന് ഡൈജസ്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള സിസ്റ്റംസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവന്മാർ വ്യത്യസ്തമായ ഫുഡ് ഭക്ഷിക്കുകയും തുടങ്ങി, വ്യത്യസ്തമായ ഫുഡ് കഴിക്കാനും തുടങ്ങി. കൂട്ടത്തിൽ അതിനനുകൂലമായ രൂപത്തിലുള്ള ചേഞ്ച് ഇവന്മാരുടെ ബോഡിയിലും ഉണ്ടായി, അഥവാ നാച്ചുറൽ സെലക്ഷൻ നടന്നു. വ്യത്യസ്തമായ ഫുഡ് കഴിക്കാനും തുടങ്ങി, ആ കഴിക്കുന്നതിന് അനുകൂലമായ രൂപത്തിലുള്ള ചേഞ്ചുകൾ ഇവന്മാരുടെ ബോഡിയിലും ഉണ്ടായി, നാച്ചുറൽ സെലക്ഷൻ നടന്നു. അങ്ങനെ നാച്ചുറൽ സെലക്ഷൻ നടക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, സർവൈവ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, സർവൈവ് ചെയ്യുന്നു. ഇനി ആ ചേഞ്ച് ഉണ്ടാകുന്നത് ഇവന്മാരുടെ ബോഡിയിലാണ്. ഇവന്മാരുടെ ബോഡിയിൽ ചേഞ്ച് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ DNA ചേഞ്ച് ഉണ്ടാവണ്ടേ. DNA ഉണ്ടായ ഒരു ചേഞ്ച് ആണെങ്കിൽ അത് എന്ത് സംഭവിക്കും, അടുത്ത നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകൂലേ. ആ ചേഞ്ച് എന്ത് ചെയ്യും, അടുത്ത ജനറേഷനിലേക്ക് പോകൂലേ. അടുത്ത ജനറേഷനിലേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ തൊട്ടടുത്ത ജനറേഷനിലേക്ക് പോകും. അങ്ങനെ ഈ ജനറേഷൻ ടു ജനറേഷൻ ഈ ചേഞ്ചുകൾ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് സംഭവിക്കുന്നത് അക്യുമുലേഷൻ ഓഫ് ദീസ് ചേഞ്ചസ് ആണ്. ഈ ചേഞ്ചസ് പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങും, അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ വേരിയേഷൻസ്, ഈ ഉണ്ടായ വേരിയേഷൻസ് പിന്നീട് ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൽ അക്യുമുലേറ്റ് ചെയ്യുകയും അങ്ങനെ ആ അക്യുമുലേഷൻ്റെ ഫലമായിട്ട് അവിടെ നിന്നും പുതിയ സ്പീഷീസ് ഒറിജിനേറ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് ഒരു ഓർഗാനിസത്തിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസം ഉണ്ടാകുന്നത് എന്നാണ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനിലൂടെ പറയുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ഫിഞ്ചസിൽ നിന്നും ഇപ്പോൾ എന്തൊക്കെ ഉണ്ടായി അല്ലേ, ഇൻസെക്റ്റുകൾ കഴിക്കുന്ന ഫിഞ്ചസ് ഉണ്ടായി. ഇങ്ങനെ ഇവിടെ ചേഞ്ച് ഉണ്ടായപ്പോൾ ചില ആളുകൾ ഇവിടെ ഇൻസെക്റ്റിനെ കഴിച്ചു, അങ്ങനെ ഈ ടീം ചേഞ്ച് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ഇൻസെക്റ്റിനെ കഴിക്കുന്ന ഫിഞ്ചസായി. അപ്പോൾ അവരുടെ ബീക്കുകൾ ആ രൂപത്തിൽ മോഡിഫൈ ചെയ്യാൻ തുടങ്ങി. ഇവിടെ ചില ആളുകൾ ഗ്രെയിൻസ് കഴിച്ചിരുന്നു, അവരുടെ ബോഡിയിൽ നാച്ചുറൽ സെലക്ഷൻ നടന്ന് അവർ സർവൈവ് ചെയ്ത് ആ ചേഞ്ചുകൾ ജനറേഷൻ ടു ജനറേഷൻ അവർ ട്രാൻസ്മിറ്റ് ചെയ്ത് അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അവരെന്തായി മാറി, ഗ്രെയിൻസിനെ കഴിക്കുന്ന ഫിഞ്ചസായി മാറി. സോ അവരുടെ ബീക്കുകളിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻസ് അവരുടെ ബീക്കിലുണ്ടായി. ഓക്കെയാണോ? ഇതാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്, 4 മാർക്കിന് ഷുവറായിട്ടും ചോദിക്കാവുന്ന ഒരു ഏരിയ കൂടെയാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. മറ്റൊന്ന് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് മ്യൂട്ടേഷൻ തിയറി. മ്യൂട്ടേഷൻ തിയറിയെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. മ്യൂട്ടേഷൻ തിയറി കൊണ്ടുവന്ന സയൻറ്റിസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹ്യൂഗോ ഡി വ്രീസ്. ഹ്യൂഗോ ഡി വ്രീസ് ആണ് മ്യൂട്ടേഷൻ തിയറി കൊണ്ടുവരുന്നത്. അദ്ദേഹം പറയുന്നത്, നമുക്കറിയാം മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ഉണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്നതും എന്നാൽ നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യുന്നതുമായിട്ടുള്ള വേരിയേഷൻസ് ആണ് മ്യൂട്ടേഷൻ തിയറി എന്ന് പറയുന്നത്.
അത്തരം വേരിയേഷൻസിലൂടെയാണ്, അത്തരം മ്യൂട്ടേഷനുകളിലൂടെയാണ് പുതിയ ജീവികൾ ഉണ്ടാവുന്നത്. ആദ്യം തന്നെ ഉണ്ടാവുന്നത് ഡി എൻ എയിലുള്ള ചേഞ്ച് അല്ലേ? അപ്പോൾ ഡി എൻ എയിലുള്ള ചേഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ അങ്ങോട്ട് എത്തിയില്ലേ അല്ലേ? ഡി എൻ എയിലുള്ള ചേഞ്ച് അല്ല ആദ്യം ഉണ്ടാവുന്നത്. സോ അങ്ങനെ ഡി എൻ എയിൽ പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചുകൾ അഥവാ മ്യൂട്ടേഷനുകൾ വഴിയാണ് പുതിയ ജീവികൾ, പുതിയ ഓർഗാനിസംസ് ഉണ്ടാവുന്നത് എന്നാണ് ഹ്യൂഗോ ഡ്യൂറീസ് മ്യൂട്ടേഷൻ തിയറിയിലൂടെ പറഞ്ഞത്. ഓക്കെ ആണോ? സോ ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള 4 തിയറികളാണ് നമ്മൾ, 4 ടോപ്പിക്സാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. സോ ഇതോടുകൂടി നമ്മുടെ ബയോളജിയിലെ ലാസ്റ്റ് ചാപ്റ്ററിൽ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത്, ഫോക്കസ് ഏരിയയിലുള്ള മുഴുവൻ ഭാഗങ്ങളും ടച്ച് ചെയ്ത് നമ്മൾ ഡീൽ ചെയ്തു. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.